മംഗളൂരു ആൾക്കൂട്ട കൊലപാതകത്തിൽ നടപടി. ഇൻസ്പെക്ടറടക്കം 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. കൃത്യവിലോപം നടത്തിയതിനാണ് സസ്പെൻഷൻ. ആൾക്കൂട്ട കൊലപാതകം എന്ന വകുപ്പ് ചുമത്തുന്നതിൽ അലംഭാവം കാട്ടിയെന്നും കണ്ടെത്തൽ. വാർത്തയുടെ വിശദാംശങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, കഴിഞ്ഞ ദിവസമാണ് മലയാളി വയനാട് സ്വദേശിയായിട്ടുള്ള ആൾക്ക് ആൾക്കൂട്ട മർദ്ദനത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ കടന്നത്. ഈ ഒരു ആൾക്കൂട്ട കൊലപാതകത്തിൽ ഇപ്പോൾ നടപടിയുണ്ടായിരിക്കുന്നു. ഇൻസ്പെക്ടർ അടക്കം 3 പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചു എന്നാരോപിച്ച് മലയാളി പുൽപ്പള്ളി സ്വദേശിയായിട്ടുള്ള അഷറഫിനെയാണ് ഇത്തരത്തിൽ ആൾക്കൂട്ട മർദ്ദനത്തിനിരയാക്കി ഒടുവിൽ മരണം വരിച്ചത്. എന്തായാലും ഈ സംഭവത്തിന് പിന്നാലെ അന്വേഷണം ഊർജിതമല്ല, അന്വേഷണം കാര്യക്ഷമമല്ല എന്നുള്ളൊരു വ്യാപകമായ പരാതി ഉയരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. CPM അടക്കമുള്ള പ്രാദേശിക പാർട്ടികൾ ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് G പരമേശ്വരയ്ക്ക്, അതായത് ആഭ്യന്തരമന്ത്രിക്ക് കത്തയക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഔദ്യോഗിക കൃത്യവിലോപം കാര്യക്ഷമമല്ല എന്ന് ചൂണ്ടിക്കാണിച്ച് 3 ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ സസ്പെൻഷൻ നൽകിയിരിക്കുന്നതിന്റെ SI റാങ്കിലുള്ളവർക്കും മറ്റ് സിവിൽ പോലീസ് റാങ്കിലുള്ള 2 പേർക്കുമാണ് ഇപ്പോൾ സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. മംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ അനുപം അഗർവാൾ ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും രാജ്യത്ത് തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന കേസുകളിൽ ഒന്നാണ് ഈ ആൾക്കൂട്ട കൊലപാതകം. അതായത് കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ ഒരു പ്രാദേശിക ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കുന്നു. ഈ ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കുന്നതിനിടയിൽ മാനസിക അസ്വാസ്ഥ്യമുള്ള ഈ മലയാളിയായിട്ടുള്ള ആക്രി പെറുക്കി ജീവിക്കുന്ന അഷറഫ് ഇവിടെ എത്തുന്നു. പിന്നീട് ഇവർ തമ്മിൽ വാക്കുതർക്കമായി. ഇതിൽ മുഖ്യപ്രതിയായിട്ടുള്ള സച്ചിൻ ഈ ആൾക്കൂട്ടത്തോട് വിളിച്ചു പറയുകയായിരുന്നു. അതായത് പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം ഇയാൾ വിളിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞാണ് ഇത്തരത്തിൽ ബാക്കിയുള്ളവർ കൂടി ചേർന്ന് മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ഇയാളെ വഴിയിൽ ഉപേക്ഷിച്ചു പോവുകയായിരുന്നു. പിന്നീട് ബൈക്കിലെത്തിയ 2 യുവാക്കന്മാരാണ് ഈ മൃതദേഹം കാണുന്നത്. പിന്നീട് പോലീസിന് വിവരം നൽകുകയായിരുന്നു. ഈ പോലീസിന് വിവരം നൽകിയതിനു ശേഷം ഈ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് സച്ചിൻ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകിയത്. അതായത് അഷറഫ് ഇത്തരത്തിൽ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചതാണ് തങ്ങളെ പ്രകോപിപ്പിച്ചതെന്ന ഇത്തരത്തിൽ മൊഴി നൽകിയത്. പിന്നീട് ഈ കേസിന്റെ മറ്റും ഭാവവും തന്നെ മാറുകയായിരുന്നു. ഈ കേസിൽ സംഘപരിവാർ അനുകൂല സംഘടനയിൽപ്പെട്ട ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഒരു ആരോപണം കൂടി ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇത് കൃത്യമായും സ്ഥിരീകരിക്കാൻ ഇതുവരെയും പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. മാത്രവുമല്ല, ഈ കേസിന്റെ അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചു. മാത്രവുമല്ല, ഇതിൽ പ്രതികളെ കണ്ടുപിടിക്കുന്നതിലും വലിയ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആഭ്യന്തര മന്ത്രി തന്നെ ഇത്തരത്തിൽ ഈ അന്വേഷണം ഊർജിതമാക്കി കൊണ്ടുപോകണമെന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതാണ്. പക്ഷേ ഇതൊന്നും പാലിക്കപ്പെട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കേസിൽ 25-ലധികം ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരെ 20ഓളം പേരെയാണ് പിടികൂടാനായിട്ടുള്ളത്. എന്തായാലും ഇവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മന്ദഗതിയിൽ തന്നെ നടക്കുന്ന ഒരു സാഹചര്യമാണ്. നമ്മൾ ഇന്നലെ ഈ പ്രദേശത്ത് പോയി റിപ്പോർട്ട് ശേഖരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടെ അത്തരത്തിലൊരു സംഭവം ഉണ്ടായ ഒരു പ്രതീതി പോലും ഇല്ലാത്ത രീതിയിലാണ് അവിടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. മനുഷ്യന്റെ ജീവന് തീരെ വില കൽപ്പിക്കാത്ത ഒരു ആൾക്കൂട്ട കൊലപാതകം, അതിൽ ഉദ്യോഗസ്ഥരുടെ ഒരു ഹലംഭാവം, അതായത് നീതി ഉറപ്പാക്കേണ്ട ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് വന്ന വലിയൊരു വീഴ്ച കൂടി ഈ സംഭവത്തിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സിറ്റി പോലീസ് കമ്മീഷണർ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്ന 3 പേർക്കാണ് സസ്പെൻഷൻ ഉൾപ്പെടെ നൽകിയിരിക്കുന്നത്. വൃന്ദ.